പോയി, പക്ഷികൾ പോയി, എല്ലാം എല്ലാവരും മുന്നിൽ ഞങ്ങളുടെ വിജയ് മാത്രം പോയില്ല. കണ്ടില്ല, ജോലി കിട്ടി. ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ജോലി കിട്ടി. ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് വിജയൻ്റെ വീട് നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്താണ്, നീലാംഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണെന്നൊക്കെ. അപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് വിജയൻ്റെ വീട് കാണാൻ വേണം, പറ്റിയൊന്ന് കാണണമെന്നൊക്കെ ആയിരുന്നു. നമ്മുടെ ലിസക്കുട്ടി ഉണ്ടായിരുന്നു കൂടി. അവളിവിടെ നാട്ടിൽ വന്നിട്ട് 5 വർഷം. അപ്പോൾ അവൾക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയായിരുന്നു. പുറകെ നമ്മുടെ സാന്ദ്ര ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചെറുതായിട്ടൊന്ന് ചമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം വിജയൻ്റെ വീട് കാണണം, ഫോട്ടോ എടുക്കണം, റീൽ എടുക്കണം എന്നുള്ള ഒറ്റൊരാഗ്രഹത്തിലാണ് പോകുന്നത്. അങ്ങനെയാണ് നടന്ന് ഇങ്ങനെ പോയി. ഞങ്ങൾക്ക് റാപ്പിഡൊന്നും ബുക്ക് ചെയ്യാൻ പറ്റി കിട്ടിയില്ല. ഞങ്ങളുടെ ഒരാളും കൂടി ഉണ്ട്, അമൃതക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ലിസ ഫുൾ സൗന്ദര്യം കുറിച്ച് ചിന്തിക്കുന്നൊരു കുട്ടിയായതുകൊണ്ട് മുഖമൊക്കെ ഫുൾ മുടി പൊടിയൊക്കെ പറന്നതായിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ കണ്ടു. അവർ ഐസൊക്കെ തിന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുന്ന ആ ഒരു ലൈഫ് ഒന്ന് ആലോചിച്ച് പോയി. ഐസ് വാങ്ങുക, തേനുണ്ട വാങ്ങുക, വീട്ടിൽ നിന്ന് 1 രൂപ കിട്ടിയാൽ മതിയായിരുന്നു എന്തെങ്കിലും കഴിക്കാനൊക്കെ. ആ ഒരു ലൈഫ് വേറെ തന്നെയായിരുന്നു. അങ്ങനെ പിള്ളേരുടെ കൂടെയൊക്കെ ഞങ്ങൾ സൈഡിലൂടെ ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഇവർ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും വലുതായാൽ മതി. പക്ഷേ ഇപ്പോൾ ശരിക്കും വലുതായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും കുഞ്ഞു കുട്ടികളാകുമ്പോഴുള്ള ലൈഫ് വേറെ തന്നെയാണ്. ഒരു ടെൻഷനും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, എൻജോയ് ആയിട്ട് നടക്കാം. അങ്ങനെയാണ് നടന്നത്. സത്യം പറഞ്ഞാൽ നടന്ന് കുറച്ച് സൈഡായി. പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചത്. റാപ്പിഡൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ബുക്ക് ചെയ്യാനേ ആവുന്നില്ല. എന്താണെന്നല്ല, റാപ്പിഡ് വരെ ഞങ്ങളെ തേച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നടന്ന് ഞാൻ ഇവരോട് 2 പേരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയോ ഇവിടെ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം അറിയോ? അങ്ങനെ ഞങ്ങൾ കെഞ്ചി ഒരു ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാരൻ ആദ്യം പറഞ്ഞു ഒരു 200-250 രൂപയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ കുറച്ച് കുറക്ക്, ഞങ്ങളിങ്ങനെ കേരളത്തിലാണ്, ഞങ്ങൾ വിജയെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഞങ്ങൾ നേരെ പോയി. ചേട്ടന് ഒരു 120 രൂപയ്ക്ക് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ കേരളത്തിൽ നിന്ന് വിജയനെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പുള്ളിനോട് പറഞ്ഞു, ഇല്ല, ഞങ്ങളിവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ വിജയനെക്കുറിച്ചൊക്കെ ഓരോ കാര്യം പറയാറ്. നിങ്ങളിങ്ങനെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ വന്നാൽ വിജയനെ കാണാൻ പറ്റും, അല്ല വൈകുന്നേരം വിജയ് ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിജയോ ഇപ്പോൾ ഇവരൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്താനായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി ഗെയ്സ്. ഇതാണ് ഞങ്ങളുടെ വിജയൻ്റെ വീട്. പോയപ്പോൾ തന്നെ ഒരു ചെറുക്കൻ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നു. അപ്പം ഞങ്ങൾ വെച്ചിട്ട് ഇത്ര നേരം ഇങ്ങനെ, ആദ്യം ഞങ്ങൾ വിചാരിച്ച വിജയൻ്റെ ആരോ ആണ് ഗേറ്റ് തുറക്കാൻ വേണ്ടി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗ്യാപ്പിലൂടെ വിജയനെ കാണാനുള്ള തത്രപ്പാടിലായിരുന്നു. അവിടെ കുറച്ച് പോലീസുകാരൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ച് ഇവിടുന്ന് പോകാൻ പറഞ്ഞു. പക്ഷേ പോകാനൊന്നും പറഞ്ഞില്ല. സമയം ലേറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ആ ചെറുക്കനോട് പറഞ്ഞു, മോനെ ഒന്ന് മാറിത്തരും, കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കൻ ഞങ്ങൾക്ക് വേണ്ടി മാറിത്തന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ റീലൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങൾ നല്ല വിഷമമുണ്ട്. അതിൻ്റെ ഇതാ കണ്ടോ, വിജയൻ്റെ പട്ടിക്കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. 2-3 പട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അകത്തുള്ള വേറൊരാളെ കാണാൻ പറ്റിയില്ല. ബാക്കി 2 പേരും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് ഷോക്കായത്. വിജയൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാതാവും ഉണ്ടായിരുന്നു, പിന്നെ വേറൊരാളുണ്ടായിരുന്നു. വേറെ ആരും നമ്മുടെ ഗണപതി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു വീടൊക്കെ കാണാനും, പുറമേ കാണാനും അടിപൊളിയായിരുന്നു. ഒന്ന് ഗേറ്റ് തുറന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കുത്തിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, വിജയ് ഈ സമയത്താണ് പുറത്തിറങ്ങുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അത് വിശ്വസിച്ചു. ഞങ്ങൾ നല്ല പുള്ളിയും അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ കുറേ നേരം ഞങ്ങളിരുന്ന് ഒളിഞ്ഞൊക്കെ നോക്കി, വിജയൻ്റെ തലയേറ്റം കാണാൻ പറ്റുമോ എന്ന് പറയാൻ ഒളിഞ്ഞ് നോക്കി. പക്ഷേ നടന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സങ്കടത്തോടെ നിന്ന്. ഇനി എന്തായാലും കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും വന്നു, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെയാണ്. പക്ഷേ വിജയനെ മാത്രം കണ്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ തിരിച്ചു പോകാം. അപ്പം ഞങ്ങളൊരു കാര്യം എന്താ മനസ്സിലാക്കിയെന്നറിയോ, ഒരിക്കലും ഒരു സ്ഥലത്ത് 3 പേരെ കൂട്ടി പോകരുത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി എനിക്ക് ഉറപ്പായും വിജയനെ കാണാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒരറപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. അങ്ങനെ ഞങ്ങൾ 3 പേര് പോയിട്ട് മൂഞ്ചി പോയി. പക്ഷേ കണ്ടില്ല. വീഡിയോ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ